ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് വീണ്ടും അവസരം തന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിനായിട്ട് കൂടി വരാൻ കഴിഞ്ഞില്ല. മറ്റു ചില ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളികളായിരുന്നുവല്ലോ. വീണ്ടും നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ളതായ ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും ചിന്തിച്ചു കൊണ്ടിരുന്നത് സഭകളുടെ ക്രിസ്തുവായ കർത്താവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് അവകാശപ്പെടുന്നതായ ഒരു വാക്ക് ആണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കർത്താവ് ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂതിൽ വിശുദ്ധനാണ് എന്നുള്ളതായ സത്യം കർത്താവ് തന്നെ അവകാശപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ പ്രായോഗിക പാഠം ദൈവാത്മാവ് തരുന്നുണ്ട്. സഭാകാന്തനായ കർത്താവ് വിശുദ്ധനാണെങ്കിൽ സഭാംഗങ്ങളും എങ്ങനെയായിരിക്കണം? വിശുദ്ധരായിരിക്കണം. അതാണ് ദൈവവചനം പൊതുവെ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ളതായ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതിനനുസൃതമായ നിലയിൽ സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നാം പൊതുവെ ഈ ബന്ധത്തിൽ ധ്യാനിച്ച് വരുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ ഞാൻ പ്രധാനമായിട്ടും 2 തലങ്ങളിലുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലുമൊക്കെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളതായ കൽപ്പന വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ പ്രായോഗിക പാഠമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ വളരെ സവിസ്തരം നമ്മളത് ചിന്തിക്കുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിശദീകരണം നമ്മൾ ഈ പഠനത്തിൽ ചിന്തിച്ച് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശദീകരിച്ച 2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കുമല്ലോ. വിശുദ്ധി ആരാധനയിൽ സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 1-ാം കൽപ്പന ഏതാണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് പലതും വരുന്നതിനുള്ള സാധ്യതയുണ്ട്. 1-ാം കൽപ്പനയിൽ തന്നെ ഈ വലിയ സത്യം ദൈവാത്മാവ് കൈമാറുന്നു എന്നുള്ളതായ സത്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യമാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. വിശുദ്ധി ബന്ധങ്ങളിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഓർത്തത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് ആ ബന്ധത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വായിച്ചത്. അത് ധാരാളം വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. അപ്പോൾ അമ്മയോടും അപ്പനോടും ഒക്കെയുള്ള ബന്ധം വളരെ മനോഹരമായിട്ടുള്ളതായ ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. അത് നമ്മൾ വളരെ വിശദമായിട്ട് ഓർത്തതാണ്. ഇനി അത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബന്ധങ്ങളിൽ നമുക്ക് വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ പ്രാധാന്യമാണ് ദൈവാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിലുള്ള വളരെ കാതലായൊരു സത്യമുണ്ട്. ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ബന്ധം, ഒരു ഊനവുമില്ലാത്തതായ ബന്ധം,
എവിടെയാണുള്ളത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദൈവീക തൃത്വത്തിൻ്റെ ഉള്ളിലാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിന് യാതൊരു കുറവുമില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിച്ചു. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ചിലർ കൂടി ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു വാക്ക് ഒന്ന് എടുത്ത് പറയുകയാണ്. നമുക്കറിയാം, മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് നൽകുന്ന സ്നേഹം നമ്മൾ വായിക്കുന്നുണ്ട്, പല വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം എത്രയോ മനോഹരമായിട്ടുള്ളതായ ബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് പുത്രൻ നമ്മെ സ്നേഹിച്ചത്. പിന്നെ നമ്മൾ അതിനോട് ചേർത്ത് ഓർത്തായിരുന്നു, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലൊരു കൽപ്പനയാണ്. എന്താണ് കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എന്തോരു മനോഹരമായ സ്നേഹമാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ കൽപ്പന നമ്മൾ കൃത്യമായിട്ട് അനുസരിച്ചാൽ ആ അനുസരിക്കുന്നവർക്കുള്ള ബന്ധങ്ങൾ എത്രയോ മനോഹരമായിരിക്കും എന്നുള്ളതായ സത്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഈ മാതൃകയെ പിൻപറ്റാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ വിശദീകരണത്തിൽ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ എത്തിയായിരുന്നു. 2 ആഴ്ച പിന്നിട്ടതുകൊണ്ട് അതിൻ്റെ ഓർമ്മകൾ നിങ്ങളിൽ ഉണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. നമ്മളെല്ലാം വിശദീകരിക്കുന്നില്ലെങ്കിലും അതിൽ അത്യാവശ്യം 1-2 വാക്കുകൾ ഞാൻ എടുത്ത് പറയാം എന്ന് കരുതുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ വാക്യത്തിൽ വളരെ കാതലായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ആ വാക്യം നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ അന്ന് വായിക്കുകയും അതിൽ നിന്ന് 3 കാര്യങ്ങളെ പറയാനുള്ളത്, 2 കാര്യം ഞാൻ പറയുകയും ചെയ്തതാണ്. ഒന്ന്, ലോകം അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ചോദിക്കുന്നില്ല, ഞാൻ പറയുകയാണ്. പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു എന്ന് ലോകം അറിയണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ശരിയായി സൂക്ഷിച്ചാൽ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയുവാൻ ഇടയായിട്ട് തീരും. 2ാമത് ലോകം അറിയേണ്ടതായിട്ട് പറയുന്ന കാര്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ ശിഷ്യന്മാരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് ഓർത്തതാണ്. അപ്പോൾ ലോകം അറിയേണ്ട ഒരു കാര്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് ആരെ സ്നേഹിക്കുന്നുണ്ട്? ശിഷ്യന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പം അതുകൊണ്ട് ആ 2 വാക്യം കൊണ്ട് നിങ്ങളൊന്ന് ചേർത്ത് നോക്കിക്കേ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ 2 വാക്യം കൂടെ ചേർത്താൽ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം അതെത്ര മഹത്തരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്തോരം സ്നേഹം അനുഭവിക്കുന്നവരായ ആളുകളാണ്. സ്നേഹം അനുഭവിക്കുന്ന ആളുകൾക്കൊരു വലിയ കടപ്പാടുണ്ട്. സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തോരം സ്നേഹം പകർന്നു കൊടുത്താലും അത് അധികമായിട്ട്
തീരുകയില്ല. അത് ആ വാക്യത്തിൽ നിന്ന് കാണാം. പിന്നെ രണ്ടാമത് നമ്മളവിടെ അതും ഞാൻ പറഞ്ഞാണ് നിർത്തിയത്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ നടുവിൽ വേണ്ടിയ ഐക്യത എന്ന് പറയുന്നത് എത്രയോ ഉന്നതമായൊരു ഐക്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാരും ഒന്നാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ പ്രാർത്ഥന നടപ്പായോ? നടപ്പായി. അതിൻ്റെ ഒന്ന് രണ്ട് തെളിവുകൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇത് യെരൂശലേമിലെ സഭയിൽ നടപ്പായി. പ്രവൃത്തി 4:32 വാക്യത്തിൽ നമ്മളത് കണ്ടു. പിന്നെ വേറൊരു സഭയിൽ നടപ്പായി, അത് നമ്മൾ ചിന്തിച്ചായിരുന്നു. തെസ്സലോനിക്ക സഭയിൽ നടപ്പായി. കാരണം അവരുടെ സഹോദര പ്രീതിയെക്കുറിച്ച് ഇനി അവരെ പ്രബോധിപ്പിക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ അവർ ജയാളികളായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഞാൻ ഒടുവിൽ പറഞ്ഞ റെഫറൻസ് ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്. അത് അവരെക്കുറിച്ചുള്ളൊരു പ്രശംസയല്ല, പിന്നെയോ അവർക്കുള്ളതായൊരു പ്രബോധനമാണ്. വ്യത്യാസം നിങ്ങൾ മനസ്സിലായല്ലോ. യെരൂശലേമിലെ സഭയെ പ്രശംസിക്കുകയാണ് ദൈവാത്മാവ്, പക്ഷേ ഫിലിപ്പി സഭയെ പ്രശംസിക്കുകയല്ല, അവരെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്രബോധിപ്പിക്കുന്നത്? അവിടെ അവരത്ര ശരിയാണോ? അല്ല, ശരിയല്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് 2 സഹോദരിമാർ തമ്മിൽ ആ സഭയിൽ ഏകചിന്തയില്ല, ഐക്യതയില്ല. ആ 2 സഹോദരിമാരുടെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നു. പേര് യുവതിയും സുന്ദുകയും. സുവിശേഷകരയിലൊക്കെ നല്ല ഉത്സാഹമുള്ള ആളുകളാണ് അവർ. പക്ഷേ അവർക്കൊരു ഉപദേശം പൗലോസ് കൊടുക്കുകയാണ്, നിങ്ങൾ കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കണം. അപ്പോൾ ഒരു സഭയുടെ ഐക്യം നഷ്ടപ്പെടുത്താനായിട്ട് 2 സഹോദരിമാർ തമ്മിലൊരു പ്രശ്നം മതിയാകും. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു സൂക്ഷ്മത വേണം. അപ്പോൾ ഈ പറയുന്ന ഐക്യത വേണമെങ്കിൽ എല്ലാ സഭാംഗങ്ങളും ആ ഐക്യത സൂക്ഷിക്കേണ്ടതിനു വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒടുവിൽ ഞാൻ 2 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞായിരുന്നു. എഫേസ്യർ 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. അപ്പോൾ ആ ശ്രമത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ അധ്യായത്തിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോയെന്നൊന്ന് അറിയട്ടെ. ആത്മാവിൻ്റെ ഐക്യം സമാധാനത്തിൽ കാപ്പാൻ ശ്രമിപ്പിനെന്ന് 3-ാം വാക്യത്തിൽ പറയുന്നെങ്കിൽ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ ക്ഷമിക്കണം. അപ്പോൾ ക്ഷമിക്കാൻ ഒരുക്കമാണെങ്കിൽ എന്തുണ്ടാകും? ഐക്യതയുണ്ടാകും. അപ്പോൾ അത് വളരെ മനോഹരമായൊരു പാഠമാണ്. പക്ഷെ അനേക വിശ്വാസികളും പഠിക്കാതിരിക്കാൻ പിശാച് വളരെ തന്ത്രപൂർവം ശ്രമിക്കുന്നതായൊരു മേഖലയായിട്ടാണത് ഇരിക്കുന്നത്. വീട്ടിൽ ക്ഷമിക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ നല്ല ഐക്യതയോടെ പോകാം. അവിടെ കർത്താവിൻ്റെ ഒരു മാതൃക ഞാൻ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. ഇവർ ചെയ്യുന്നത് ഇന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ള ഒരാൾ ആരോടും ക്ഷമിക്കും, എന്തും ക്ഷമിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കർത്താവ് ആഗ്രഹിച്ചത് ഈ ഐക്യതയാണ്. ഒരു റെഫറൻസോടെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, അത് വായിക്കണമെന്നില്ല. കർത്തൃമേശയെക്കുറിച്ചുള്ളതായൊരു വാക്യമാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ വാക്യം? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ കർത്തൃമേശയെക്കുറിച്ച് അത് പറയുകയാണ്. അപ്പോൾ കർത്തൃമേശ യോഗ്യമായിട്ടാണ് ഒരു സഭയിൽ ആചരിക്കുന്നതെങ്കിൽ അവിടെ നിശ്ചയമായിട്ടും എന്തുണ്ടായിരിക്കും? ഐക്യത ഉണ്ടായിരിക്കും. ഐക്യത ഇല്ലാതെ ആചരിച്ചാൽ അത് നന്മയ്ക്കല്ല, പിന്നെ തിന്മയ്ക്കാണ്. 1 കൊരിന്ത്യർ 11-ന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ,
ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥനയൊന്നും നടപ്പാണ് കാര്യമല്ല, നടപ്പായിട്ടുമില്ല എന്നൊന്നും വിചാരിക്കരുത്. അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പല സഭകളിൽ നടപ്പായി. ഇനി കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ഏതൊക്കെ സഭകളിലാണ് നടപ്പായി എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷേ അത് നിത്യത വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിലുള്ള ഈ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ദൈവീക തൃത്വത്തിലുള്ളതായ ബന്ധത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ബന്ധങ്ങളിൽ സൂക്ഷിക്കാം. അതാണ് നമ്മളിവിടെ കാണുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ അവിടെ അങ്ങ് പറഞ്ഞിട്ട് മുമ്പോട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ വളരെ സൂക്ഷ്മതയോടെ അത് പറയുകയാണ്. യോഹന്നാൻ 17:23 വാക്യത്തിൽ നിന്ന്, പുത്രൻ ശിഷ്യന്മാരിലും പിതാവ് പുത്രനിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. പുത്രൻ ശിഷ്യന്മാരിലും പിതാവ് പുത്രനിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കത് പിടുത്തം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും കൂടെ ഞാനൊന്ന് ചേർത്ത് പറയാം. ഞാൻ അവരിലും നീ എന്നിലും ആകണം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിക്കേ. കർത്താവോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവരിൽ ആകണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഈ ശിഷ്യന്മാരിൽ ആകണം. ഒരാൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരും. ആരായിട്ടാണ് വരുന്നത്? കർത്താവായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അവരിലും എന്ന് പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി അത് നടക്കും. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരാളിൽ യേശു ക്രിസ്തു കർത്താവായിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ആ ശരിയായ അനുഭവത്തിലൊക്കെ ചിലപ്പോൾ കുറവ് വരാം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രബോധനം നൽകുന്നുണ്ട്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കണം. അപ്പോൾ ക്രിസ്തു നമ്മിൽ, പൗലോസിൻ്റെ ഒരു വാക്കുകൂടെ ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ. പൗലോസ് കൊലോസ്യരിൽ പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എവിടെ ഇരിക്കുക? നിങ്ങളിലിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തോ ഒരു വലിയ പദവിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അവരിൽ. പിന്നെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. എൻ്റെ മനസ്സിൽ ഒരു വാക്യം ഇവിടെ വരികയാണ്. ഗലാത്യർ 2:20 വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഈ വാക്യത്തിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ അനുഗ്രഹീതമായ സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഞാൻ അവരിൽ. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുക. പിന്നെ കർത്താവോട് പറയുന്നത്, ഞാൻ അവരിലും നീ എന്നിലും. അപ്പോൾ പിതാവ് പുത്രനോട് കൂടെയുണ്ട്. അത് പിരിയാബന്ധമാണ്. അപ്പോൾ പിതാവ് പുത്രനോട് കൂടെ ഉണ്ടെങ്കിൽ ആ പിതാവ് അപ്പം ആരോടും കൂടെയുണ്ട്? നമ്മോടും കൂടെയുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് ആ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വിശദീകരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. ക്രിസ്തു എന്നിൽ വസിക്കുകയാണ്, പിതാവ് പുത്രനിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായ ബന്ധമെന്ന് പറയുന്നത് എന്തോരു മഹത്തരമായ ഐക്യതയുടെ ബന്ധമാണ്. അതിന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ വാക്കെന്താണ്? അതാണ് തികഞ്ഞ ഐക്യത, ഒരു കുറവുമില്ലാത്ത ഐക്യത. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ രണ്ടാം ഭാഗത്തു നിന്ന് മുമ്പോട്ട് പോകട്ടെ.
ദൈവിക തൃത്വത്തിലുള്ളതായ അതിവിശുദ്ധമായ ബന്ധം ഒരു വീട്ടിലും ഒരു സഭയിലും പ്രായോഗികമാക്കുമാറുള്ള വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവരോട് നീണ്ടിയൊരു പ്രസംഗം പറഞ്ഞിട്ട് സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയൊക്കെ ആവർത്തിച്ചിട്ട് പിന്നെ ആരോട് പ്രസംഗം പറഞ്ഞോ? അവർക്ക് വേണ്ടി, അവർക്ക് ഉള്ളിൽ വേണ്ടിയ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഐക്യത നമ്മുടെ എൻ്റെ വീട്ടിൽ ഐക്യത കുറവാണെന്ന് കണ്ടാൽ, ഞാൻ ഉൾപ്പെടുന്ന സഭയിൽ അത് കുറവാണെന്ന് കണ്ടാൽ, രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഈ ഐക്യതയുടെ പ്രാധാന്യം പ്രബോധിപ്പിക്കാം. പ്രബോധനത്തിൽ മാത്രം കാര്യം നടക്കില്ല, പിന്നെ എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഐകമത്യം നൽകുവാൻ ആരുടെ കൈ വ്യാപരിക്കണം? ദൈവത്തിൻ്റെ കൈ വ്യാപരിക്കണം. അത് നമ്മൾ ധാരാളം ഓർത്തിട്ടുള്ളൊരു വാക്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിൻ്റെ നടുവിൽ, ഒരു ദൈവീക കുടുംബത്തിൽ, ഒരു ദൈവസഭയിൽ സാധിക്കാവുന്ന ഐക്യതയുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും സഭകളും ഒക്കെ ഇങ്ങനെ ആയിത്തീരുന്നൊരു നല്ല കാലത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ്റെ പ്രാർത്ഥന അതാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന ഇതാണെങ്കിൽ അതില്ലാതെ വരുമ്പോൾ കർത്താവിന് വലിയ ദുഃഖമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ സഭയൊക്കെ കർത്താവിനെ വേദനിപ്പിക്കുന്ന വേദികളായിട്ട് തീരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഞാൻ വിശുദ്ധി സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് മേഖലകൾ കൂടി ഒന്ന് പരാമർശിക്കാം. അതിൻ്റെ വിശദാംശം ഒത്തിരി പറയേണ്ടതില്ലെന്ന് കരുതുകയാണ്. വിശുദ്ധി ഭക്ഷണകാര്യങ്ങളിൽ സൂക്ഷിക്കണം. അപ്പോൾ ഈ ദൈവിക പ്രമാണം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഈ മേഖലകളൊന്ന് പരിചയപ്പെടുത്തണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അതേ നമുക്കിപ്പോൾ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു വേറെ വിഷയമായ പഠനം മാറിപ്പോകും. വിശുദ്ധി ഭക്ഷണ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. നമുക്കൊന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സത്യം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ 44 മാത്രം വായിക്കാം, ബാക്കി വാക്യങ്ങൾ വായിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ ഒത്തിരി സവിസ്തരം ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് 44-ാമത്തെ വാക്യം വായിക്കാം. ബാക്കി വാക്യത്തിൻ്റെ റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. 44 മുതൽ 47 വരെ അതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള കാര്യം 44-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കാം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇടജാതിയാലും നിങ്ങളെ തന്നെ വിശുദ്ധമാക്കും. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രമാണം നമ്മൾ കാണുകയാണ്. നമ്മൾ അവിടെ ചില വാക്കുകളൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പോൾ ഇത് ഈ ദൂത് ആരുടെയാണ്? യഹോവയുടെ ദൂതാണ്. എന്നിട്ട് പറയുക, ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ആ ആശയം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ആശയം ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ആ സത്യം വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ്. പക്ഷെ എൻ്റെ ഇടയിലൊരു ദൂത് നമുക്കുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ പ്രായോഗിക ജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മൾ തന്നെ ആ കാര്യം ചെയ്യണം. നിങ്ങളുടെ മനസ്സിലൊരു വാക്യം വരണ്ടോ?
2 കൊരിന്ത്യർ 7-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? വേഗത്തിൽ വായിക്കാം. 2 കൊരിന്ത്യർ 7-ന്റെ 1 ഒന്നങ്ങ് വായിച്ചോളൂ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജലത്തിലെയും ആത്മാവിലെയും സകല കർമ്മക്ഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചോളൂ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുക, ആ വാക്ക് ശ്രദ്ധിച്ചോ, നമ്മെ തന്നെ എന്ത് ചെയ്യണം? വെടിപ്പാക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കണം. എന്നിട്ട് 2 മേഖലകളും പറഞ്ഞിരിക്കുകയാണ്, ജഡത്തിലെയും ആത്മാവിലെയും. അപ്പോൾ ഈ 2 മേഖലയിലും വേറൊരു വാക്കിൽ പറഞ്ഞാൽ ആന്തരികമായും ബാഹ്യമായും നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ എന്ത് തികയ്ക്കണം? വിശുദ്ധി തികയ്ക്കണം. തികഞ്ഞ വിശുദ്ധി ആരുടെയാണ്? നമ്മുടെ കർത്താവിൻ്റെയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന മനോഹരമായൊരു സത്യം, നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. വെളിപ്പാട് 22-11 നിങ്ങളുടെ മനസ്സിൽ വരണ്ടായിരിക്കും. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, പിന്നെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ 2 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു കാര്യം അത്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ? ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അപ്പോൾ ഇനി ഉള്ള വിശദീകരണങ്ങൾ, ചില അധ്യായങ്ങൾ തന്നെ ലേവ്യ പുസ്തകത്തിലൊക്കെ ഉള്ളത് ഒരു ലിസ്റ്റ് തരാൻ വേണ്ടിയാണ്. എന്ത് ലിസ്റ്റാണ് തരുന്നത്? ഭക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതെന്തോരു വിശദമായിട്ടാണ് ദൈവാത്മാവ് തൻ്റെ ജനത്തിന് കൊടുക്കുന്നത്. അപ്പം 44-ാം വാക്യത്തിലെ ആ വാക്ക് നിങ്ങൾ ഓർക്കണേ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിങ്ങനെ നാട്ടിലുള്ള ആളുകൾ കഴിക്കുന്നതൊന്നും അങ്ങനെയെല്ലാം കഴിക്കാനുള്ളതായ അനുവാദം ഇല്ല. കാരണം നിങ്ങൾ എൻ്റെ ജനമാണ്. ഒരു ബാല്യകാല ഓർമ്മ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ നന്നാ ബാല്യത്തിലുമൊക്കെ ഈ പെരിച്ചാഴി എന്ന് പറഞ്ഞൊരു വലിയ എലി, അതൊരു 1-2 കിലോ ഒക്കെ ഉള്ള പന്നി എലി. അപ്പോൾ അതിനെ കഴിക്കണ ചില ആളുകൾ ഉണ്ട്. അപ്പോൾ അവിടെ അതിനെയൊക്കെ കിട്ടിയാൽ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ നിലയിൽ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാല്യകാല ഓർമ്മയാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റിയതല്ല. അങ്ങനെ ഒരു ധാരണ സൂക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കരുത് എന്നുള്ളത് കർശനമായി നിർദ്ദേശിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ഇത് ഞാൻ ഈ ക്ലാസ്സിൽ ഓരോന്നും പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേലിന് ദൈവം ഭക്ഷണ പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു വിശുദ്ധിയുടെ നിയമമായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇത് വളരെ പ്രാധാന്യത്തോടെ നല്ല ഭക്തന്മാർ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിച്ച 1-2 ഭക്തന്മാരെയൊക്കെ നമുക്കറിയാം, അവരുടെ പേരും അറിയാം. ഒന്ന് പറഞ്ഞാട്ടെ.
ആ ദാനിയേൽ, പിന്നെ ഹനന്യാവ്, മിശായേൽ, അസര്യാവ്, അവർക്ക് ബാബിലോണിൻ്റെ പേരാണ് നമുക്ക് കുറച്ചുകൂടെ പരിചയമല്ലേ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അപ്പോൾ ഈ 4 വിശ്വാസ വീരന്മാർ ഈ ഭക്ഷണ നിയമം വളരെ വില കൊടുത്ത് സൂക്ഷിച്ചവരാണ്. ദാനിയേലിൻ്റെ 1:8 നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. അത് ഹൃദയത്തിലിരിക്കുക മാത്രമല്ല ചെയ്തോളൂ, പിന്നെ അതിൽ ചുമതലപ്പെട്ടവരോട് പറഞ്ഞു, ജീവൻ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണത് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കൊടുത്ത ഭക്ഷണ നിയമം എന്നുള്ളത് ഒരന്യദേശത്ത് അതെല്ലാം കഴിച്ച യഹൂദബാലന്മാരും കാണും. കാരണം ഇങ്ങനെ ഒരു അന്യദേശത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കടുംപിടുത്തത്തിനൊന്നും പോകണ്ട, അതൊക്കെ മണ്ടത്തരമാണ് എന്നൊക്കെ വിചാരിച്ച് സന്തോഷമായിട്ട് കഴിച്ച ആളുകൾ കാണും. പക്ഷെ അവരാരാണെന്ന് ആർക്കും അറിയാൻ പാടില്ല, അല്ലേ? ഒത്തിരി പേര് കാണും അവർ, പക്ഷെ അവരെ പിൻതലമുറയ്ക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഈ നിയമം ഏറ്റവും കൃത്യമായി സൂക്ഷിച്ച ഈ 4 ബാലന്മാരെ ലോകത്തിലെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ 3000-ലധികം ഭാഷകളിലേക്ക് പഴയ നിയമം ഒക്കെ ഉൾപ്പെടുന്ന ബൈബിൾ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷക്കാർക്കൊക്കെ അറിയാം, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ബാലന്മാർ എന്തൊരു കർശനമായിട്ടുള്ളതായ നിയമമാണ് സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധന്മാർ എന്ന നിലയിൽ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ കഴിച്ച് നമ്മെ തന്നെ അശുദ്ധമാക്കാനായിട്ട് പാടില്ല. അപ്പം അതുകൊണ്ട് ഈ 44-ാമത്തെ വാക്യവും തുടർന്നുള്ള വിശദീകരണങ്ങളും വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. വളരെ വിശദമായി വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ടും ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ ആ മേഖലയിൽ നിന്ന് മുമ്പോട്ട് പോകുകയാണ്. 4ാമത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ് നമ്മളത് അതിനെ സംബന്ധിച്ച് ഒരു സുരക്ഷിതമായൊരു ഉപദേശം ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ദൈവം കൊടുത്തിട്ടുള്ള ഭോജന നിയമങ്ങൾ അതിൽ തന്നെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു ഭക്തനായ ദൈവദാസൻ എഴുതിയിട്ടൊരു പുസ്തകം നിങ്ങളൊന്ന് വായിക്കാൻ കിട്ടുമെങ്കിൽ വായിച്ചാൽ നല്ലതാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്, വിശ്വാസിയുമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് നൺ ഓഫ് ദീസ് ഡിസീസസ് എന്ന തലക്കെട്ടിലുള്ളതായൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ദൈവം കൊടുത്ത ഈ നിയമം, അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം നമുക്ക് മുഴുവനായിട്ടും അറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ദൈവം കൊടുത്ത ഈ നിയമം ഏറ്റവും കൃത്യമായി അനുസരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് എന്നാണ് ആ ദൈവദാസൻ വിശദീകരിക്കുന്നത്. പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് കഴിച്ച് ഈ വചനസത്യങ്ങളോടുള്ള വിശ്വസ്തത സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. തൽക്കാലം അത്രയും പറയാം. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം സർവജ്ഞാനിയാണ്. അപ്പോൾ ആ കൊടുത്ത പ്രമാണങ്ങളെ അതുപോലെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരു പ്രയാസമുള്ളതായ കാര്യം അല്ല. ധാരാളമുണ്ട്. എന്തിനാ ഈ വിലക്കിയതിൻ്റെ പിന്നാലെ നമ്മൾ അങ്ങനെ ബന്ധപ്പെടേണ്ടതായ ആവശ്യം? അതാണല്ലോ ഏതെൻ തോട്ടത്തിൽ സംഭവിക്കാനിടയായിട്ട് തീർന്നത്. ബാക്കിയൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവമായിരിക്കാം
ഏറ്റവും സുരക്ഷിതം എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ കാര്യം, വിശുദ്ധി സൂക്ഷിക്കേണ്ടവർ വിശുദ്ധമായ വചനം സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളതിൽ 2-3 മേഖലകൾ സ്പെസിഫൈ ചെയ്തിട്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വാക്യത്തിൽ വചനം സൂക്ഷിക്കണം എന്നുള്ളതായ സത്യം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ വേദപുസ്തകത്തിന് സാധാരണ പറയുന്നൊരു പേരുണ്ട്, വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിശുദ്ധമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച ഉദാഹരണങ്ങളും എല്ലാം ഇതിൽ വരും. ഇനി ഒരുപക്ഷെ ചിന്തിക്കാത്തതായ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് പരിചയപ്പെട്ടു പോകാം. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് അനുസരിപ്പിൻ, ആചരിപ്പിൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ കണ്ട ആ കാര്യം എടുത്ത് പറയുകയാണ്. ആകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ വചനം ഒരു ദൈവ പൈതലിനെ വിശുദ്ധീകരിക്കുന്ന വചനമാണ്. നമുക്ക് യോഹന്നാൻ 17 വാക്യം അറിയാമല്ലോ. 17 ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ആ വചനത്തോട് പുലർത്തുന്ന ശരിയായ ആഭിമുഖ്യം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അശുദ്ധിയുടെ അതിപ്രസരമുള്ള തലമുറയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഇത് വേറെ പല വാക്യങ്ങളിലൊക്കെ ഉണ്ട്. 119:9 ഓർക്കുണ്ടോ? ഭാരതൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അടുത്ത വാചകം എന്താണ്? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പം നാം വചനം പ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇനി ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടി നമ്മളൊന്ന് വായിക്കുക. 26-ാമത്തെ വാക്യം, ലേവ്യ 20-ന്റെ 26-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആ മുൻപ് ഉള്ള കാര്യങ്ങൾ ചിന്തിച്ച സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന അതേ നിലയിലാണ് ഈ സത്യം ഇവിടെയും ഓർപ്പിക്കുന്നത്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. അടുത്ത വാചകം വളരെ ക്ലിയറാണ്. യഹോവയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. അവിടെ ഒരു വാക്കൊന്ന് അടിവരയിടാവുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ആരുടെ വിശുദ്ധന്മാരാണ്? എൻ്റെ വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് ആ വാക്യത്തിൽ 2 വട്ടം അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. 4-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? വേർപാടിനെ കുറിച്ചുള്ളൊരു വാക്യം. യഹോവ ഭക്തനെ തനിക്ക്
വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവേൻ. അപ്പോൾ എന്തിനാ ഈ വേർപാട് സൂക്ഷിക്കുന്നത്? ദൈവത്തിന് നമ്മെക്കുറിച്ച് പറയാനൊരാഗ്രഹമുണ്ട്. ഇവൻ എൻ്റെ വകയാണ്, എൻ്റെ വകയാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിൽ അത് എടുത്ത് ഉദ്ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായ കാര്യം, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അപ്പോൾ വിശുദ്ധിക്കുള്ള പ്രബോധനം നൽകുമ്പോൾ, വേർപാട് സൂക്ഷിക്കാനുള്ളതായ പ്രബോധനം നൽകുമ്പോൾ എന്തിനാണിത് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എനിക്കുള്ളവരാണ്, ഞാൻ വിശുദ്ധനാണ്. അപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ എനിക്കുള്ള നിങ്ങളും എങ്ങനെയായിരിക്കണം? വിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതെത്രയോ മനോഹരമായിട്ടാണ് ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നതായി നാം കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു വാക്യം ഇന്ന് രാവിലെ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്യം ഒന്ന് കണക്ട് ചെയ്ത് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി വന്നടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മൾ ഒരിക്കൽ വലിയൊരു വിശുദ്ധി പ്രാപിച്ച ആളുകളാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ ഈ ക്രിസ്തുവിൻ്റെ രക്തത്താൽ. അതെന്നാ അത് സാധിച്ചത്? രക്ഷിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ അന്ന് നമ്മളെ സ്വർഗം ആരായി പ്രഖ്യാപിച്ചു? വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. അത് നമ്മുടെ യാതൊരു ജീവിത ഗുണം കൊണ്ടുമല്ല, പിന്നെയോ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സാധ്യതയിലാണ്. നമുക്ക് പരിചയമുള്ള റെഫറൻസ് എഴുതിയിട്ടോ നിങ്ങൾ? 1 കൊരിന്ത്യർ 6-9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കൊരിന്ത്യർ മഹാപാപികളായിരുന്നു. അവിടെ എത്ര കൂട്ടം പാപങ്ങൾ പറയുന്നുണ്ട്? നമ്മളതിൻ്റെ എണ്ണമൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 9-ാം വാക്യത്തിൽ 10 കൂട്ടം എണ്ണപ്പെട്ട പാപങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഈ വലിയ ശുദ്ധീകരണം സാധിച്ചു. അതിൽ ഒരു കുറവുമില്ല. അതിനാണ് വേദപുസ്തകത്തിൽ സ്ഥാനീയമായ വിശുദ്ധി എന്ന് പറയുന്നത്, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ഈ വിശുദ്ധിക്ക് ഈ ക്ലാസ്സിലിരിക്കുന്ന ആരും തമ്മിലൊരു വ്യത്യാസവുമില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണ സാധ്യതയിൽ നമുക്ക് സാധിച്ചതാണ്. അപ്പോൾ കൊരിന്ത്യർ ഈ കൃപയിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു വാക്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഏറെ ചിന്തിച്ചിട്ടുള്ളതായൊരു വാക്യമാണ്. അവിടുന്ന് ആ കാര്യം പറഞ്ഞ് നിർത്താം, ബാക്കി പിന്നെ വിശദീകരിക്കാം. പ്രവൃത്തി 18-ന്റെ 8-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. അപ്പോൾ ആ ഒടുവിലത്തെ വാചകം ഒന്ന് ശ്രദ്ധിച്ച്, കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു, പിന്നെ എന്തും കൂടെ ചെയ്തു, സ്നാനമേറ്റു. അപ്പോൾ അവർക്ക് ആ സ്ഥാനീയ വിശുദ്ധി ലഭിച്ചത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സാധ്യതയിലാണെന്ന് നമ്മൾ പറയുമ്പോഴും അവരെങ്ങനെ അത് അവെയിൽ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ വചനം കേട്ടു, ആ വചനം അവർ വിശ്വസിച്ചു. അപ്പോൾ അവർ സ്നാനപ്പെട്ടു. അപ്പോൾ വചനം വിശ്വസിച്ചതാണ് ഈ സ്ഥാനീയ ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിച്ചത്. അപ്പം നമ്മൾ ഈ ചിന്തിക്കുന്ന വചനം എത്ര ശക്തമായിട്ടുള്ള വചനമാണ്. നമ്മൾ ഈ സീരീസിൽ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവാഴ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഒരു പാപിയെ, നരകത്തിൽ പോകുന്ന പാപിയെ
ശുദ്ധീകരിച്ച് സ്വർഗാവകാശിയാക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇനി രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അങ്ങനെ നമ്മെ ശുദ്ധീകരിച്ച ഈ വചനത്തോട് ശുദ്ധീകരണം പ്രാപിച്ചൊരു വിശ്വാസി ഏറ്റവും ശരിയായ ബന്ധം സൂക്ഷിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധി സൂക്ഷിക്കത്തക്കവണ്ണം വചനം മുഖാന്തരമായിട്ട് തീരും. അതിന് ഞാൻ ഒന്ന് രണ്ട് തെളിവുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് പോരെ. പ്രിയപ്പെട്ടവരെ, നമ്മെ ശുദ്ധീകരിച്ച വചനം ഇതെത്ര മഹത്തരമാണ്. അതുകൊണ്ട് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാനുള്ള ആഴമേറിയ സമർപ്പണം സൂക്ഷിച്ച് ജീവിക്കാം. കഴിഞ്ഞ ആളൊക്കെ ജീവിച്ചുള്ള ഭക്തന്മാർ അങ്ങനെയാണ് ജീവിക്കാനിടയായിട്ട് തീർന്നത്. ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ സമൂലമായും നിയന്ത്രിക്കുന്നതായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. അപ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് ഈ പ്രമാണങ്ങളെ സൂക്ഷിക്കാനുള്ള പ്രബോധനമാണ് ദൈവാത്മാവ് തൻ്റെ ജനമായ ഇസ്രായേലിന് നൽകുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അത് സൂക്ഷ്മതയോടെ പാലിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.